പലപ്പോഴും ശാരീരികമായ വൈകല്യങ്ങളുള്ള ആളുകൾ അവർക്ക് നിസ്കരിക്കേണ്ടതില്ല എന്നൊരു തോന്നൽ. സൂത്രേ, ബുദ്ധിയുണ്ടോ നിസ്കരിക്കണം, ബോധം നിലനിൽക്കുമ്പോൾ നിസ്കരിക്കണം, മുസ്ലിമാണോ നിസ്കരിക്കണം. അപ്പം എന്താ പറയുക, നമ്മൾ വല്ല ICUയിലോ അല്ലെങ്കിൽ വല്ല രോഗത്തിലോ കിടക്കുമ്പോഴേ നമുക്ക് ഓർമ്മ ഉണ്ടോ ഇല്ലേന്നൊന്നും ആൾക്കാർക്ക് അറിയില്ല. ആൾക്കാർക്കൊന്നും അറിയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാവും, എന്തേലും പറഞ്ഞാൽ കണ്ണിന്ന് കണ്ണീര് വരുന്നുണ്ടാവും, ചിരിക്കുണ്ടാവും, സന്തോഷിക്കുണ്ടാവും. ഇപ്പം നമുക്ക് വേണം നമ്മുടെ നിസ്കാരത്തെക്കുറിച്ചുള്ള ബോധം. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ അസ്വല ഔമാ മലക്കത്ത് അയ്മാനുഹും എന്ന് പറഞ്ഞാൽ അതെന്താ, നിസ്കാരത്തിൻ്റെ കാര്യം, നിസ്കരിക്കാൻ സമയമായോന്ന്. അപ്പോൾ രോഗമായി കഴിഞ്ഞാൽ എൻ്റെ ഗുളിക എവിടെ, മരുന്ന് എവിടെയെന്ന് ചോദിക്കുന്നേക്കാളും പ്രധാനമാണ് നിസ്കാരം അലോഹറായോ അസറായോ എന്നിങ്ങനെ ചോദിക്കണം. സുഹൃത്തുക്കളെ, അടുത്ത വക്ത് എത്തുന്നതിന് മുമ്പാണ് മരണപ്പെട്ടതെങ്കിൽ ഞാൻ അസർ നിസ്കരിച്ചു, മഗ്‌രിബ് ആകുന്നതിന് മുന്നേ മരിച്ചു, അവസാനത്തെ അസറും കിട്ടി. ഇത് നമുക്ക് ബോധം വേണം, അതേപോലെ തന്നെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് ബോധമുണ്ട്. ചോദിച്ചാൽ എന്തേലും ആവും, ചോദിച്ചാൽ ഒന്നും ആവൂല. സുഹൃത്തുക്കളെ, രോഗിയായി കിടക്കോട് ചോദിക്കണം എങ്ങനെ നിസ്കരിക്കുക, വെള്ളം തൊടാൻ പറ്റുന്ന നിസ്കരിക്കുക. ഇനി അങ്ങനെയും പറ്റില്ലാണെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഈ 3-5 നേരം ബാത്റൂമിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെന്ന് പറയും. ആയിക്കോട്ടെ, പ്രശ്നമില്ല, ഇങ്ങനെ ചെയ്താൽ മതി. സുഹൃത്തെ, 3 നേരം ചെയ്താൽ മതി. സുബഹി എന്തായാലും രാവിലെ എഴുന്നേറ്റ ഒന്ന് വൃത്തിയായി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ആ രോഗിയെ എന്ത് ചെയ്യുക, സുബഹി നിസ്കരിപ്പിക്കുക. പിന്നെ അസർ ബാങ്ക് 3:20 നിങ്ങളൊരു 3 മണിക്ക് അയാളെ ഒന്ന് ബാത്റൂമിൽ കയറ്റിയൊക്കെ റെഡിയാക്കിയാൽ അയാൾക്ക് അപ്പം അസർ സ്ലോ നിസ്കരിക്കാം. അത് കഴിയുമ്പോഴേക്കും അസർ ബാങ്ക് കൊടുക്കും, അപ്പോൾ അയാൾക്ക് അസർ നിസ്കരിക്കാം. ഒറ്റ ക്ലീനിങ് കൊണ്ട് 2 എണ്ണം കിട്ടി. അത് കഴിഞ്ഞ് മഗ്‌രിബിൻ്റെ സമയം അവസാനിക്കാൻ സമയത്ത് അയാളെന്നും കൂടി ക്ലീൻ ചെയ്യുക. എന്നാൽ എന്ത് ചെയ്യും, മഗ്‌രിബ് അയാൾ നിസ്കരിക്കും. ഇശാ വരെ മഗ്‌രിബിന് സമയമുണ്ട്. മഗ്‌രിബ് കഴിഞ്ഞ് അയാൾ അവിടെ കുളിപ്പിച്ച് അയാൾ മഗ്‌രിബ് നിസ്കരിച്ച് കഴിയുമ്പോഴേക്കിന് ബാങ്ക് കൊടുക്കും, അപ്പോൾ അയാൾക്ക് ഇശാ നിസ്കരിക്കാം. 3 നേരം ക്ലീൻ ചെയ്താൽ പറ്റും. ക്ലീൻ ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചു മാത്രം നിസ്കാരം ഒഴിവാക്കുന്ന രോഗികളെ എത്രയാണ് സമൂഹത്തിൽ. രോഗം കാണാൻ പഠിച്ചിട്ട് നിസ്കരിക്കലുണ്ടോ വെച്ചാൽ നിസ്കാരം നടക്കൂല, കാരണം ഈ ബാത്റൂമിൽ കൊണ്ടുവരലും നടക്കൂല എന്ന് പറഞ്ഞിട്ട് നിസ്കാരം ഒരു പ്രശ്നമില്ലാത്ത ആൾ, നല്ല ബോധവും നല്ല ചിന്തയുള്ള ആളുകൾ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഇടപെടണം അത്തരം ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. കാരണം അവരുടെ അവസാന നാളുകൾ ഒരു കാഫിറായി ഇസ്ലാമിലെ അംഗമല്ലാതെ വഫായത്തായി പോകുന്ന ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇതിൻ്റെ പ്രാധാന്യം ആളുകൾക്ക് അറിയാഞ്ഞിട്ട് തന്നെയാണ്. കേൾപ്പിക്കണം സുഹൃത്തുക്കളെ, മനസ്സിലാക്കി കൊടുക്കണം. നിസ്കാരം അത്രയും പൂർവികന്മാരെല്ലാവരും നിർവഹിച്ച, മക്കളും കുട്ടികളും നിസ്കരിക്കണമാകണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എല്ലാ പ്രവാചകന്മാരും അത് പാലിച്ചതാണ്. കാലിൽ നീര് കൊട്ടുവോളം നമസ്കരിച്ച മാതൃകയാണ് നബി സാസ്മിൻ്റെ മാതൃക. ഒരു വക്ത് പോലും ജമാഅത്ത് നഷ്ടപ്പെടാത്ത ചരിത്രമാണ് സ്വഹാബത്തിൻ്റെ ചരിത്രം. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ ഗാംഭീര്യം, നമസ്കാരത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്കും നമ്മുടെ ബന്ധുക്കൾക്കും ആവണം. നമ്മുടെ സുഹൃത്തുക്കളെ നിങ്ങൾ നിസ്കരിപ്പിക്കണം, അതിനവരെ പ്രേരിപ്പിക്കണം. തീർച്ചയായും അതിൽ അവസരങ്ങൾ, ഈ ഹുതുബകളൊക്കെ നമുക്ക് വാട്സപ്പിലും കാര്യങ്ങളിലൊക്കെ കിട്ടും. അത് നമ്മൾ കണ്ടുപിടിച്ച് അവർക്ക് എത്തിച്ച് കേൾപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. സുഹൃത്തുക്കളെ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഇത്തരം സംസാരങ്ങളോ പ്രഭാഷണങ്ങളോ കേൾപ്പിച്ചിട്ടെങ്കിലും അവരെ ബോധ്യപ്പെടുത്തണം. നരകത്തുനിന്നാണ് അവൻ്റെ കൈ പിടിക്കുന്നത് എന്ന് മനസ്സ് പറയണം. നരകത്തുനിന്നാണ് എൻ്റെ ബൈക്കിൻ്റെ ബാക്കിലിരിക്കുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവനെ നരകത്തുനിന്നാണ് ഞാൻ കൈ പിടിക്കുന്നതെന്ന് നമുക്ക് ബോധമുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കും. നമസ്കരിക്കാനും നമസ്കാരം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.